ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ് ഹബ്. സോ ഇന്ന് നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഗ്രാമർ ആൻഡ് വൊക്കാബുലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വരുന്നതാണ്. അതായത് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിൽ തെറ്റിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന് നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടതെന്ന്. അപ്പോൾ ഞാനിതിൽ ഓരോ ഏരിയ വേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോട്ട് കൃത്യമായിട്ട് നോക്കുക, എങ്ങനെയാണ് ആ ഉത്തരങ്ങളിലേക്ക് എത്തുക എന്നൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അതായത് സബ്ജക്റ്റും വെർബും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത്, അതായത് കോൺകോഡൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ആൻസേഴ്സിലേക്ക് എത്തുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീദർ ഓഫ് ദ ബോയ്സ് ഈസ് ആർ ഗോയിങ് ടു ദ പാർട്ടി. അപ്പോൾ ആ ഒരു ഡാഷ് വരുന്ന സ്ഥലത്ത് ഈസോ ആറോ ആണ്. അപ്പോൾ അതിലേതാണ് ഉത്തരമെന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു ക്യാച്ചിങ് വേർഡായിട്ട് വരുന്നത് നീദർ എന്നുള്ളതാണ്. നീദർ എന്ന് പറഞ്ഞാൽ ആരും എത്തിയിട്ടില്ല എന്നാണ്. നീദർ ഓഫ് ദ ബോയ്സ്. അപ്പോൾ നമ്മളവിടെ എന്താണ് ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ ആറല്ലേ അവിടെ കൊടുക്കേണ്ടത് എന്നൊരു ഡൗട്ട് വരും. പക്ഷേ അവിടെ ഈസാണ് കൊടുക്കേണ്ടത്. കാരണം നീദർ ഈസ് എ സിംഗുലർ, സോ ദ വേർബ് മസ്റ്റ് ബി ഓൾസോ സിംഗുലർ. പക്ഷേ നീദർ എന്ന് വന്നതുകൊണ്ട്, തുടക്കത്തിൽ നീദർ എന്ന് വന്നതുകൊണ്ട് അത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈസാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ ബോയ്സ് എന്ന് കിടക്കുമ്പോൾ അത് പ്ലൂറലാണല്ലോ, 6 കൊടുക്കാം എന്ന് വിചാരിക്കും. പക്ഷേ നീദർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഈസാണ് കൊടുക്കേണ്ടത്. ദ ബുക്ക് അലോങ് വിത്ത് ദ മാഗസിൻസ് വാസ് ആണോ വേർ ആണോ ഓൺ ദ ടേബിൾ? ഏതാണ്? വാസ് ആണ്. കാരണം എന്താ? ദ സബ്ജക്റ്റ് ദ ബുക്ക് ഈസ് സിംഗുലർ. നമ്മളവിടെ സബ്ജക്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ മാഗസിൻസ് എന്നുള്ള പ്ലൂറലിനെയല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ദ ബുക്ക് എന്ന് പറയുന്ന ഫസ്റ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാസ് ആണ് കൊടുക്കേണ്ടത്. ഈദർ ദ ടീച്ചേഴ്സ് ഓർ ദ പ്രിൻസിപ്പൽ ഹാസ് ആണോ ആവാണോ ടു മേക്ക് ദ ഡിസിഷൻ? എന്താണ് കൊടുക്കേണ്ടത്? ഹാസ് ആണ്. എന്തുകൊണ്ടാണ്? വെൻ 2 സബ്ജക്റ്റ് ആർ ജോയിൻഡ് ബൈ ഈദർ ഓർ ദ വേർബ് എഗ്രി വിത്ത് ദ സബ്ജക്റ്റ് ക്ലോസ് ടു ഇറ്റ്. അതായത് ഈദർ ഓർ എന്നോ നെയ്തർ നോർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്നത്, അതായത് വെർബിനോട് വെർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്റ്റ് ക്ലോസസ്റ്റ് ടു ഇറ്റ്, അതായത് വെർബിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വെർബ് എന്ന് പറയുന്ന മെയ്ക്ക് എന്ന് പറയുന്ന വെർബുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്നത് പ്രിൻസിപ്പളാണ്, അല്ലാതെ ടീച്ചേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പ്രിൻസിപ്പൾ ഒരു സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ടെൻസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ടെൻസ്. ഓക്കെ, ബൈ ദ ടൈം വി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ, എന്താ നമ്മളവിടെ കൊടുക്കേണ്ടത്? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് നമ്മൾ വരുന്നതിന് മുന്നേ ട്രെയിന് പോയി. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അടുത്ത എന്താണ്? ഐ ബ്രാക്കറ്റിൽ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഹിയർ സിൻസ് 2015. ഈ സിൻസും ഫോറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക? ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2015 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഐ ഹാവ് ബീൻ ലിവ്ഡ് ഹിയർ എന്നും കൊടുക്കാം. ഐ ഹാവ് ബീൻ ലിവ്ഡ് ഹിയർ സിൻസ് 2015. ഓക്കെ, വെൻ ഐ വാസ് എ ചൈൽഡ് എന്താണ് കൊടുക്കേണ്ടത്? വെൻ ഐ വാസ് എ ചൈൽഡ് ഐ പ്ലേഡ് ഇൻ ദ ഗാർഡൻ എവ്രി ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നോക്കാം. ദ ടീച്ചർ ഗേവ് ദ സ്റ്റുഡൻസ് ന്യൂ അസൈൻമെൻറ്റ്. അതെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്? ദ സ്റ്റുഡൻസ് വേർ ഗിവൺ എ ന്യൂ അസൈൻമെൻറ്റ് ബൈ ദ ടീച്ചർ. സം വൺ ഹാസ് സ്റ്റോളൻ മൈ വാലറ്റ്. എങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റുന്നത്? മൈ വാലറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. മൈ വാലറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ബൈ സം വൺ എന്നും കൂടിയും ചേർത്ത് കൊടുക്കാം. അടുത്ത എന്താണ്? ദേ ആർ വാച്ചിങ് ദ മൂവി. ദ മൂവി ഈസ് വാച്ച്ഡ്
ബൈ ദം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ദ മൂവി ഈസ് ബീങ് വാച്ച്ഡ് എന്ന് കൊടുത്താലും അത് മതി. അതല്ലെങ്കിൽ ബൈ ദം എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത പ്രിപ്പോസിഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ഗുഡ്. ഇന്നാണോ അറ്റാണോ? ഷീ ഈസ് ഗുഡ് ഇൻ പ്ലേയിങ് ആണോ? ഷീ ഈസ് ഗുഡ് അറ്റ് പ്ലേയിങ് ആണോ? അറ്റാണ് ആൻസർ. ഷീ ഈസ് ഗുഡ് അറ്റ് പ്ലേയിങ് ചെസ്. രണ്ടാമത്തെ എന്താണ്? ഐ ആം ഇൻട്രസ്റ്റഡ് ഓൺ ലേണിംഗ് ആണോ ഇൻ ലേണിംഗ് ആണോ? ന്യൂ ലാംഗ്വേജസ്. ഇൻ ലേണിംഗ് ആണ്. ഓക്കെ. ദ ബുക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ ആണോ ഇൻ ദ ടേബിൾ ആണോ? ടേബിളിൻ മേൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓൺ ദ ടേബിൾ. സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ. സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് പോസിറ്റീവ് ഡിഗ്രി ആക്കുക, അതൊക്കെയാണ്. നോ അതർ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് ആസ് ഇൻ്റലിജൻറ്റ് ആസ് പ്രിയ. അത് നമ്മൾ കമ്പാരിറ്റീവിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ മോർ ദാൻ എന്നുള്ള ഒരു സാധനം കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പ്രിയ ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ എനി അതർ ഗേൾ ഇൻ ദ ക്ലാസ്. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഇൻ ദ ഗാലറി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ചേഞ്ച് ടു പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ നമ്മൾ നോ അതർന്ന് വന്നിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഇതുള്ളത് ദിസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് നമ്മൾ പോസിറ്റീവിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നോ അതർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരിക? നോ അതർ പെയിൻറ്റിങ് ഈസ് ഇൻ ദ ഗാലറി ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദ വൺ എന്നായിട്ട് നമ്മൾ മാറ്റണം. അടുത്ത ഏതാണ്? ദ ചീത്ത റൺസ് ഫാസ്റ്റർ ദാൻ എനി അതർ ആനിമൽ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അത് നമുക്ക് സൂപ്പർലേറ്റീവിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ മോസ്റ്റ് എന്നുള്ള സാധനം കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദ ചീത്ത ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ. ഓക്കെ. ഫാസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ് ഫാസ്റ്റ് എന്ന് പറയില്ല, പകരം ഫാസ്റ്റസ്റ്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് യൂസ് ചെയ്യും. ഓക്കെ. ഇനി എക്സാമ്പിൾ അടുത്തത് നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഷീ സെഡ് ഐ ആം റീഡിങ് എ ബുക്ക് നൗ. ഷീ സെഡ് ഐ ആം റീഡിങ് എ ബുക്ക് നൗ. അത് നമ്മളെങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക? ഷീ വാസ് ടയേർഡ് സോ ഷീ അതിൻ്റെ ആൻസർക്ക് ഇവിടെയാണ് വരുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് എ ബുക്ക് ദെൻ എന്നാണ് കൊടുക്കുക. ഓക്കെ. കണ്ടില്ലേ, ഇവിടെ നൗ എന്നുള്ളത് ദെന്നായിട്ട് മാറി. ഷീ സെഡ് ദാറ്റ് എന്ന് കൊടുത്ത് നൗ എന്നുള്ളത് അവസാനത്തിൽ ദെന്നായി മാറുന്നുണ്ട്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് എ ബുക്ക് ദെൻ. സോ മാക്സിമം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹീ ആസ്ക്ഡ് ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. ഹീ ആസ്ക്ഡ് ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക? ഓക്കെ. ഹീ ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എന്നായി. ഹീ ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ദേ സെഡ് വി വിൽ വിസിറ്റ് പാരീസ് നെക്സ്റ്റ് സമ്മർ. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന് ശേഷം ആൻസർ കീ നോക്കുക. ഓക്കെ. ദേ സെഡ് ദാറ്റ് ദേ വുഡ് വിസിറ്റ് പാരീസ് ദ ഫോളോയിങ് സമ്മർ എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് എന്താണ്? സിമ്പിൾ ടു കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അതായത് സിമ്പിൾ, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷീ വാസ് ടയേർഡ് സോ ഷീ വെൻറ്റ് ടു ബെഡ് എയർലി. ഷീ വാസ് ടയേർഡ് സോ ഷീ വെൻറ്റ് ടു ബെഡ് എയർലി. ചേഞ്ച് ഇൻ ടു സിമ്പിൾ സെൻറ്റൻസ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അതിനി സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ വരിക? ബീയിങ് ടയേർഡ് ഷീ വെൻറ്റ് ടു ബെഡ് എയർലി. ഓക്കെ. നെക്സ്റ്റ് എന്താണ് വരുന്നത്? സിൻസ് ഹി വാസ് ലേറ്റ് ഹി മിസ്ഡ് ദ ബസ്. ഇതെന്തിലേക്ക് മാറ്റണം? കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റണം. സിൻസ് ഹി വാസ് ലേറ്റ് ഹി മിസ്ഡ് ദ ബസ്. അതിനെന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ നോക്കുക, അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഹി വാസ് ലേറ്റ് സോ ഹി മിസ്ഡ് ദ ബസ്. അത് കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റി. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്, എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുത്തതാണ്. ആ ക്ലാസ് ഒന്നുകൂടിയും കാണുക, എന്നിട്ട് എങ്ങനെയാണത് ചേഞ്ച് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എന്താണ്? ദേ സെഡ് ദാറ്റ് ആൾദോ ഹീ ഈസ് റിച്ച് ഹീ ഈസ് ഹാപ്പി എന്നുള്ളത് ഇവിടെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച്
ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച് ഹീ ഈസ് നോട്ട് ഹാപ്പി. ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച് ഹീ ഈസ് നോട്ട് ഹാപ്പി. ചേഞ്ച് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ്. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഏറ്റവും ടോപ്പിലാണ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച് ഹീ ഈസ് നോട്ട് ഹാപ്പി. അതിനെ എന്തിലേക്ക് മാറ്റണം? കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെ വരിക? ആൾദോ ഹീ ഈസ് റിച്ച് ഹീ ഈസ് നോട്ട് ഹാപ്പി എന്ന് ആക്കിയാൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഏതിലാണ് ക്വസ്റ്റ്യൻ നോക്കേണ്ടത്? അസേർട്ടീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലാണ്. ദിസ് ഈസ് വണ്ടർഫുൾ ഐഡിയ. ദിസ് ഈസ് എ വണ്ടർഫുൾ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏത് സെൻറ്റൻസ് ആണ്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇമ്പരറ്റീവ് ആയിട്ടുള്ള അസേർട്ടീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ ഇതിലേക്ക് മാറ്റണം, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളൊരു വാവോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയായി? വാട്ട് എ വണ്ടർഫുൾ ഐഡിയ, വാട്ട് എ വണ്ടർഫുൾ ഐഡിയ ദിസ് ഈസ്, അല്ലെങ്കിൽ ദിസ് ഈസ് എ വണ്ടർഫുൾ ഐഡിയ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. അപ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയുന്ന ഈ അവസാനത്തിൽ ഐ തിരിച്ചിട്ട പോലെയുള്ള മാർക്കും കൂടി നിങ്ങൾ കൊടുക്കണം കേട്ടോ, എക്സ്ക്ലമേറ്ററിയിലേക്ക് നിങ്ങൾ മാറ്റുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടില്ല, ഒരു ഐ തിരിച്ചിട്ട പോലെ ഒരു എക്സ്ട്രാ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ ഈ മാർക്ക് ഇടാൻ മറന്നു പോകരുത്. വാട്ട് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്, അത് അസേർട്ടീവിലേക്ക് മാറ്റണം. അസേർട്ടീവിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം മക്കളെ. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായി, അത് അസേർട്ടീവ് സെൻറ്റൻസ് ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദിസ് the way to talk, is this the way to talk to elders? Is this the way to talk to elders? അതൊരു ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഈസ് ദിസ് ദ വേ ടു ടോക്ക് ടു എൽഡേഴ്സ്, നിങ്ങൾ ഇങ്ങനെയാണോ മുതിർന്ന ആളുകളോട് സംസാരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ചേഞ്ച് ടു ആൻ അസേർട്ടീവ് സെൻറ്റൻസ്, അത് എന്താക്കി മാറ്റണം? സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ദിസ് ഈസ് നോട്ട് ദ വേ ടു ടോക്ക് ടു എൽഡേഴ്സ്. ഇങ്ങനെയല്ല നിങ്ങൾ മുതിർന്നവരോട് സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ അർത്ഥം മാറി. അപ്പോൾ അതെന്തായി? അസേർട്ടീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നാ, യൂസിങ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഈ എ ആൻഡ് ദ എന്ന് പറഞ്ഞാൽ നമ്മൾ വവൽ സൗണ്ട്സിന് ആന് യൂസ് ചെയ്യും, അതുപോലെ തന്നെ കോൺസണൻറ്റ് സൗണ്ട്സിന് എ യൂസ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ സൗണ്ടാണ് നോക്കേണ്ടത്, അല്ലാതെ സ്പെല്ലിംഗ് അല്ല. ഓക്കെ, അപ്പോൾ സൗണ്ട് മാത്രം നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോണസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻ ഹോണസ്റ്റ് എന്നാണ് പറയുക. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, HONEST, ഹോണസ്റ്റ്. അതിന് നമ്മൾ ആൻ എന്നാണ് കൊടുക്കുക, കാരണം അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എച്ച് സൈലൻ്റ് ആണ്, മറിച്ച് നമ്മൾ O എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓണസ്റ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലാതെ ഹോണസ്റ്റ് എന്നല്ല, ഓണസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക, കാരണം O എന്ന് പറഞ്ഞാൽ ഒരു വവൽ സൗണ്ടാണ്. വവൽ സൗണ്ട് അല്ലാത്തതിനെയൊക്കെ നമ്മൾ എ യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് നോക്കാം. ഷീ അഡോപ്റ്റഡ് ഓർഫൻ ചൈൽഡ്. അപ്പോൾ ഏതാണ് കൊടുക്കേണ്ടത്? ആൻ ഓർഫൻ ചൈൽഡാണ്. ഷീ അഡോപ്റ്റഡ് ആൻ ഓർഫൻ ചൈൽഡാണ്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആൻ ആണ് ചേർത്ത് കൊടുത്തത്. ആൻ ഈസ് യൂസ്ഡ് ബിക്കോസ് ഓർഫൻ ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വി വാച്ച്ഡ് ആൻ ഇൻട്രസ്റ്റിംഗ് മൂവിയാണോ, എ ഇൻട്രസ്റ്റിംഗ് മൂവിയാണോ, ദ ഇൻട്രസ്റ്റിംഗ് മൂവിയാണോ? ഐ, ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഐ, ഇ എന്നാണ് വരുന്നത്. ഇ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, വവൽ സൗണ്ടാണ്. സോ നമ്മൾ വി വാച്ച്ഡ് ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹീ ഈസ് ഓണസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോണസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ആൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഹീ ഈസ് ആൻ ഹോണസ്റ്റ് പേഴ്സൺ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഓണസ്റ്റിൽ എച്ച് സൈലൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഗ്രാമർ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഓക്കെ, I hope you understand the class. Thank you so much.